എല്ലാവർക്കും നമസ്കാരം. പോസിറ്റീവ് വിങ്സ് ടു സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിന്റെ വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുകയായിരിക്കും. ദൈവമേ, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ അധ്വാനിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്കൊരു മറുപടിയും ലഭിക്കാത്തത് എന്ന് നിങ്ങൾ പലവട്ടം ചോദിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രം ഒരേ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ കഥ എനിക്ക് പങ്കുവെക്കാനുണ്ട്. ഒരിക്കൽ ജീവിതത്തിന്റെ ഭാരങ്ങൾ താങ്ങാൻ കഴിയാതെ ഒരു മനുഷ്യൻ വല്ലാതെ തളർന്നുപോയി. ചെയ്ത ജോലികളെല്ലാം പരാജയം, കടബാധ്യതകൾ, തന്നെ വിശ്വസിച്ചവരുടെ മുൻപിൽ ഉണ്ടായ അപമാനം, ഇതെല്ലാം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒടുവിൽ അയാൾ ഒരു വനത്തിന്റെ ഏകാന്തതയിലേക്ക് നടന്നു നീങ്ങി. അവിടെ തകർന്നു കരഞ്ഞുകൊണ്ട് അയാൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും നീ എന്താണ് മൗനം പാലിക്കുന്നത്? എൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് ഈ വനത്തിലെ ഉണങ്ങിയ മരം പോലെ നിൽക്കുന്നത്? അപ്പോൾ ആ വനത്തിൻ്റെ നിശബ്ദതയിൽ ഒരു സ്വരം മുഴങ്ങി, മകനെ, ചുറ്റും നോക്കൂ. ഈ പച്ചപ്പിനിടയിൽ നീ കാണുന്ന ഈ പണൽ ചെടികളെയും മുളകളെയും ശ്രദ്ധിക്കൂ. അയാൾ ചുറ്റും നോക്കി. അവിടെ മനോഹരമായ പച്ചപ്പുള്ള പണൽ ചെടികളും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ മുളകളും ഉണ്ടായിരുന്നു. ദൈവം അയാളോട് പറഞ്ഞു, ഞാൻ ഈ 2 ചെടികളുടെയും വിത്തുകൾ ഒരേ ദിവസമാണ് പാകിയത്. ഞാൻ അവയ്ക്ക് തുല്യമായ സൂര്യപ്രകാശവും തുല്യമായ വെള്ളവും നൽകി. വിത്തുകൾ പാകി അധികം വൈകാതെ തന്നെ പനൽ ചെടികൾ മണ്ണിൽ നിന്ന് മുളച്ചു പൊങ്ങി. അത് വളരെ വേഗം വളർന്ന് പന്തലിച്ചു, കാടിനെ മനോഹരമാക്കി. എന്നാൽ ആ സമയത്തൊന്നും മുളയുടെ വിത്ത് പാകിയ മണ്ണിൽ ഒരു മാറ്റവും കണ്ടില്ല. ഒരു ചെറിയ നാമ്പ് പോലും പുറത്തേക്ക് വന്നില്ല. 2ാമത്തെ വർഷവും പനൽ ചെടികൾ കൂടുതൽ വളർന്നു, കാട് നിറച്ചു. എന്നാൽ മുളയുടെ വിത്ത് പാകിയ മണ്ണിൽ അപ്പോഴും നിശബ്ദതയായിരുന്നു. 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും കടന്നുപോയി. ചുറ്റുമുള്ളവർ ആ വിത്തിനെ പരിഹസിച്ച് കാണും. അതൊരു പാഴ് വിത്താണെന്ന് വിചാരിച്ച് കാണും. എന്നാൽ മുളയുടെ വിത്ത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. 5ാം വർഷം ഒരു അത്ഭുതം സംഭവിച്ചു. ആ മണ്ണിൽ നിന്ന് ഒരു ചെറിയ മുള പൊട്ടി മുളച്ചു. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വെറും 6 മാസം കൊണ്ട് അത് 100 അടി ഉയരത്തിലേക്ക് വളർന്ന് പന്തലിച്ചു. ദൈവം ആ മനുഷ്യനോട് ചോദിച്ചു, മകനെ, ആ മുള 5 വർഷം കൊണ്ട് വളർന്നതാണോ അതോ 6 മാസം കൊണ്ടോ? മനുഷ്യൻ നിശബ്ദനായി. ദൈവം തുടർന്നു, ആ 5 വർഷവും ആ മുള മണ്ണിനടിയിലേക്ക് വളരുകയായിരുന്നു. മുകളിലേക്ക് വളർന്നതിന് മുൻപ് 100 അടി ഉയരത്തിൽ നിൽക്കാൻ പോകുന്ന തൻ്റെ ഭാരത്തെ താങ്ങാൻ ആവശ്യമായ വേരുകൾ അത് മണ്ണിനടിയിൽ ആഴത്തിൽ ഉറപ്പിക്കുകയായിരുന്നു. ആ 5 വർഷത്തെ തയ്യാറെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ 6 മാസം കൊണ്ട് അത്രയും ഉയരത്തിൽ തല ഉയർത്തി നിൽക്കാൻ ആ മുളയ്ക്ക് കഴിയുകയില്ലായിരുന്നു. ദൈവം ആ മനുഷ്യന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിലും ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. നീ പ്രാർത്ഥിച്ചിട്ടും ഫലം കാണുന്നില്ല എന്ന് കരുതി നീ തോറ്റുപോയി എന്നല്ല അർത്ഥം. നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ കഷ്ടപ്പാടുകൾ നിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടിയുള്ളതാണ്. നിന്നെ വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ താങ്ങാൻ പ്രാപ്തനാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പനൽ ചെടിയുടെ വളർച്ചയല്ല ഞാൻ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. നിനക്ക് പതരാതെ നിൽക്കാൻ വേണ്ടിയുള്ള ശക്തിയാണ് ഞാൻ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, കാത്തിരിപ്പ് എന്നത് വെറുതെ ഇരിക്കലല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിക്കായി നിങ്ങളെ തന്നെ ഒരുക്കലാണ്. ഈ കഥ കേൾക്കുന്ന നിങ്ങളോടും ദൈവം ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ നിശബ്ദമായ ദിവസങ്ങൾ വെറുതെയല്ല, അത് നിങ്ങളുടെ വേരുകൾ ബലപ്പെടുന്ന ദിവസങ്ങളാണ്. സമയം വരുമ്പോൾ നിങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് വളരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ദൈവം മറന്നുപോയിട്ടില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
ചിലപ്പോൾ മണ്ണിനിടയിൽ ആയതുകൊണ്ട് നിങ്ങൾ അത് കാണുന്നില്ല എന്ന് മാത്രം. പക്ഷേ സമയം തികയുമ്പോൾ നിങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് വളരും. ഈ സന്ദേശം നിങ്ങൾക്കൊരു ആശ്വാസമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷമങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത്തരം ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.